വെളുത്ത് ഇത്ര നേരായിട്ട് ഒരൊറ്റ ഒന്നിനെ കാണുന്നില്ലല്ലോ. ഇന്നെക്കൊണ്ടാവില്ല അങ്ങനെ കുത്തിരുന്ന് നിരങ്ങാൻ. നിങ്ങള് കുത്തിരുന്ന് നിരങ്ങണ്ടാന്ന് നീ കടന്നോ അച്ചൂടി. ഈ രാവിലെ തന്നെ നല്ല പറ്റിലാണല്ലോ. നിങ്ങളെ പണി വെച്ചാൽ മതി. രണ്ടെണ്ണം അടിക്കാതെ നിൽക്കുക. ചണ്ടിൻ്റെ ഉള്ളിൽ കൈയിടാൻ കഴിയില്ല. മോനെ ഡ്രൈവർമാർ മൂത്ര വയ്ക്കുന്ന അത് അങ്ങോട്ട് ആടെ പോരാ. അമ്പീസോട്ട് അങ്ങോട്ടോ പൊയ്ക്കോ. എല്ലാം തന്നെ ഇവിടെ നാറിയിട്ട് അങ്ങനെ പൊയ്ക്കോ. അപ്പൂട്ടനല്ലേ? ഞാൻ പുതിയതായിട്ട് ഇവിടെ ജോലിക്ക്. ഇവിടെ നമ്മുടെ ദാമോദരന്റെ നമ്മളെ കഴിഞ്ഞ ദിവസം വണ്ടി അടിച്ചിട്ട് ആശുപത്രി കിടന്നില്ലേ? ഇവിടെ എപ്പോഴായി ഡ്യൂട്ടി ടൈം? അങ്ങനെ ഡ്യൂട്ടി ടൈം ഒന്നുമില്ല. എപ്പോഴാ ഡ്യൂട്ടി എടുക്കണോ അതല്ലേ നമ്മളെ സമയം. അത് തുടങ്ങി കൂടി വേഗം നോക്കി. ഞാൻ എന്റെ പെരേന്റെ അവിടെ നിപ്പിട്ടും പെരല്ല ഭാഗത്തൊക്കെ അടിച്ചേരി കൂട്ടിക്കുന്നു. അപ്പൊ അതൊന്നും എടുക്കാൻ മറക്കണ്ട കേട്ടോ. എനിക്ക് ഇന്ന് ഇത്തിരി നേരത്തെ പോണം. അതെ, ആ ചേച്ചിന്റെ പേരെന്താ? ഹലോ, ഓള് ലക്ഷ്മി. ഇതുപോലെ കൊറേ എണ്ണം വരാണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാർത്തിയാട്ടോ. അല്ല, നിന്റെ പേരെന്താ? പുൽപ്പറമ്പിൽ ചന്ദ്രൻ. ചന്ദ്ര ചന്ദ്രൻ ചന്ദ്രൻ. അപ്പോ ഒരു കാര്യം ചെയ്യ, ചാണകം അങ്ങോട്ട് വാരിയിട്ട് പ്ലാസ്റ്റിക് എടുത്ത് അങ്ങോട്ട് ഇട്ട് മറ്റേ എടുത്ത് കൊട്ടരാക്കി ലോറിയിലേക്ക് അങ്ങോട്ട് കയറ്റി. അപ്പൊ ഓനെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിച്ചൂടെ? പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇത്തിരി പണി കൂടുതലാട്ടോ. വണ്ടി ഇപ്പൊ വരും, വേഗം നോക്കി. പറയുന്ന ലക്ഷ്മിയെ കയ്യും കാലും ഇങ്ങോട്ട് അനക്കാനാണ്ടേ. എനക്കറിയോ ആ പനി വന്നാൽ പിന്നെ എന്നെ കൊണ്ടാകുന്നില്ല. അപ്പോട്ടാ ഇത് മുഴുവൻ വേസ്റ്റ് ആണല്ലോ. ഒക്കെ ഈ വേസ്റ്റ് ആണ് നമ്മളെ വയറ്റി പൈപ്പ്. ഇതില്ലേ നമ്മളെ ജീവിതം ഫുള്ള് വേസ്റ്റാ. പുതിയ ആളല്ലേ? കണ്ടിട്ട് നല്ല പഠിച്ച ആൾക്കാരായിരുന്നു. ഈ ഒരു കാര്യം ചെയ്യ, ഫോം ഒന്ന് പൂരിപ്പിച്ചോണ്ട. കുടുംബശ്രീയിലേക്ക് ഒരു ലോൺ അപേക്ഷിക്കാം. ചേച്ചി ഞാൻ പെണ്ണെടുത്തിട്ടില്ല, ഞാൻ നാളെ ഫില്ല് ചെയ്ത് തരാം. ഓക്കെ അല്ലേ ചിമ്മി, ഇടക്ക് പന്തയത്തിന് ഒരു ലോണിന്റെ ആവശ്യമോ? ഇനി 100,000 പോരെ പോയിട്ട് പണിയെടുക്കുന്നില്ല, അല്ലാതെ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതൊക്കെ ശരി തന്നെയാ. കണ്ടോരെ മുഴുവൻ തിരുമ്പില്ലേ? ഇഞ്ചോ തിരുമ്പാക്കി സമയമില്ല. നീ എന്താ വിചാരിച്ചേ? എനിക്കില്ലേ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം. അപ്പോ അതെ, നാട്ടിലെത്താനൊക്കെ പിന്നെ പറയാ. വണ്ടി വന്ന് അയാളെ തൊള്ളേ തോന്നി ഞാൻ കേൾക്കേണ്ടി വരും. നീ ചൂടി നാനേരത്തെ അതൊക്കെ ഒന്നും കൂടെ നീക്കിയൂടി നിങ്ങള്. പിന്നെ ഹോട്ടലിന്റെ അടുത്ത് കൊറേ കൂട്ടി വെച്ചിട്ടുണ്ടാ, എന്നോട് വരാൻ പറഞ്ഞിരിക്കും. അതൊക്കെ വണ്ടി ആയിട്ട് വരുന്നവര് വായിക്കോളൂ. അപ്പോട്ടാ ഇത് വേസ്റ്റാ? അതൊക്കെ പൈസക്കാരെ വേസ്റ്റ്. ഈ അതവിടെ പണി നോക്ക്. നീക്കിട്ടു. സമയം ശരിയല്ലാന്നുണ്ട്. എടങ്ങിന്തേത്താരോ നോക്കിക്കുന്ന ആക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടൂടെ. എന്റെ ഇത്തിരൊന്ന് ചൂളട്ടെ. നിങ്ങൾക്കറിയോ, എനിക്ക് നിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പഠിക്കാൻ ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ അപ്പളാ പറഞ്ഞില്ലേ, ഓ നല്ല പഠിപ്പുള്ളവനാ. പിന്നെ പൊരേ പട്ടിണി കിടക്കണ്ട വെച്ചിട്ട് പോന്നതാവും. അല്ല പിന്നെ ഇങ്ങ് എടുത്തൂടാ. ഇങ്ങോട്ട് വരിങ്ങള്. ഇന്നെ കൊണ്ട് എടുക്കാനാണ്, ഇന്നെ കൊണ്ടാവില്ല. തേത്താണ് എനിക്ക് ഒരു പുതുമ കാണിക്കാനല്ലേ. അപ്പൊ ഒന്നും കൊടുവാ. താരാണ് പണി ചെയ്തത്. ഒരു മക്കള് അങ്ങനെ ചില വേസ്റ്റ് ഇവിടെ പതിവാ. ചത്ത് നാളെ വെറുതെ എടുക്കാൻ നിൽക്കണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. കൊല്ലാപ്പാവും. അപ്പഴങ്ങനെ പറയില്ല. ഓന്റെ പറത്തോനെ ഒരു തങ്കക്കുടം പോലത്തെ ഒരു മക്കള് ഏത് ഒരുമ്പിട്ടോൾ അത് ചെയ്ത് മക്കളെ. അയ്യോ, എന്താ നേരത്തെ വെള്ളം തട്ടിട്ട് ഒരു അനക്കല്ല. അത് ഇത്രയും നേരം ചവറിൽ കിടന്നല്ലേ ലക്ഷ്മി. ചൂടെത്തിക്കേ. അപ്പട്ട നമ്മള് പെയിൻ എന്താ ചെയ്യാ? നമുക്ക് ഇതിനെ പോറ്റാലോ. അപ്പട്ട എന്തേ തലച്ചമ്മേ പറയുന്നേ? ഇമ്പൾ തന്നെ പോറ്റാനാവോ? അതാ നല്ലത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാ. ഓര് കണ്ടുപിടിച്ചോട്ടെ ഇതിന്റെ തന്തേനെയും തള്ളേനെയും ഒക്കെ. നമുക്ക് നാട് വൃത്തിയാക്കാനല്ലേ കഴിയുള്ളൂ. നാട്ടുകാരുടെ സ്വഭാവം വൃത്തിയാക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയോ?
ഗിരീഷ്, വിജി, സുരഭി, മുസ്തഫ 4 പേരും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നന്നായി ചെയ്തു. ആദ്യമേ തന്നെ പറയട്ടെ, എല്ലാം അതിഗംഭീരമായിരുന്നു, നന്നായിരുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലൊരു സംഭവം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും അതിനൊരു എന്താ പറയുക, ഒരു മനോഹരമായ പഞ്ച്, ഒരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കിട്ടുന്നത് ഭാഗ്യമാണ്. നിങ്ങൾ എന്തായാലും തിരഞ്ഞെടുത്തത് മനോഹരമായ പ്രമേയമാണ്. ഈ പറഞ്ഞ മാതിരി അതിനകത്തൊരു ഈ മെസ്സേജും ഉണ്ട്. പിന്നെ ഈ എല്ലാ പെണ്ണുങ്ങളിലും ഒരു മാതൃത്വമുണ്ട്. ഈ ചവറിൻ്റെ ഇടയിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവർ ജീവിതങ്ങൾ കണ്ടവരുടെ എച്ചിലും അഴുക്കുമൊക്കെ വാരി ജീവിക്കുന്ന ഇടയിലും ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവരതെല്ലാം വിട്ടിട്ട് അവരിലൊരു മാതൃത്വം ഉണർന്നിട്ട് ആണുങ്ങളെക്കാളും ആ പെണ്ണുങ്ങൾക്കാണ് ആ സ്ത്രീ തൊഴിലാളികൾ പറയുന്നത് നമുക്കിതിനെ നോക്കാം, വളർത്താം, അതിൻ്റെ ബാക്കി കോൺഫ്ലിക്ട്സ് ഒന്നും ചിന്തിക്കില്ല. ആ മൊമെൻ്റ് ആ കുഞ്ഞിനെ രക്ഷിക്കുക, അതിനെ ജീവൻ കൊടുക്കുക. അതാണ് സ്ത്രീയിലുള്ള അമ്മ എന്നുള്ള കൺസെപ്റ്റ്. അത് ഗംഭീരമായിട്ട് വർക്കൗട്ടായി. വളരെ നന്നായിരുന്നു. എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിച്ചു. നമുക്കെല്ലാം എന്താ പറയുക, അതിനകത്തു നിന്നൊരു ഒരു സിനിമ കാണുന്ന പോലെ ഒരു കുറച്ച് സമയങ്ങൾക്കുള്ളിലൊരു പ്രമേയം കാണാൻ പറ്റി. അപ്പോൾ എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. വെരി ഗുഡ്, ഗുഡ് ലക്ക്. താങ്ക് യു. ഓരോരുത്തരുടെ പെർഫോമൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം കാര്യങ്ങളെക്കുറിച്ചും ഞാനൊന്നും എഴുതിയിട്ടില്ല. എഴുതാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചില്ല, മനസ്സിലായില്ല. ഞാൻ തല കുനിച്ച് പോയാൽ ആ മൊമെൻ്റ് എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ തല കുനിച്ചില്ല. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ടീം വർക്ക്. ഇതാണ് നമ്മളൊരു ഓൺസംബിൾ എന്നുള്ള വാക്കുണ്ട്, ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്. അത് കൂട്ടായ്മ, മനസ്സിലായില്ലേ. ഇതിൽ നിങ്ങളിൽ ഒരാളും ഇതിനകത്ത് ഒരാളെ പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടില്ല, 4 പേരുമാണ് വന്നിട്ടുള്ളത്, മനസ്സിലായി. അത് നാടകത്തിലാണ് അത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുക. സിംപ്ലി ഗ്രേറ്റ്, ഓൾ ഓഫ് യു. ഞാൻ കുറച്ച് നേരത്തിന് ഇത് ഒരു സ്റ്റേജാണ്, ബെസ്റ്റ് ആക്ടർ ഷോ ആണെന്നൊക്കെ മറന്നു. ഒരു കോർപ്പറേഷൻ ഫീല് കറക്റ്റായിട്ട് അത്രയും മനോഹരമായിരുന്നു, വളരെ നന്നായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൺഗ്രാജുലേഷൻസ്, ഇങ്ങനെ ഒരു തീം നിങ്ങൾ സെലക്ട് ചെയ്തതിന്. ആ ഡോക്യുമെൻറ്റേഷൻ വാസ് എക്സലൻറ്റ്. ആ ഫിനിഷിംഗ് ഡയലോഗ് വാസ് ആൻ എക്സലൻറ്റ് പഞ്ച്. എന്താ പറഞ്ഞത്, നാട് വൃത്തിയാക്കാനല്ലേ മനുഷ്യരെ നല്ല ഡയലോഗായിരുന്നു. വളരെ ഫിനിഷിങ് അത് പറഞ്ഞത് വളരെ നന്നായി. എന്താ നിങ്ങൾ ഇതിനകത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് ഒറ്റ ഡയലോഗിൽ തീർച്ചയായിട്ടും ഇതായി, നന്നായിരുന്നു. ഒരു ഫ്രീസിൽ നിർത്തിയതും അങ്ങ് നന്നായില്ലേ? നന്നായി. എനിക്കെന്താ പറയുക, എനിക്കൊന്നും ഇതായിട്ട് പറയില്ല, അത്ര എൻജോയ് ചെയ്തു. അവിടെ തന്നെ ആയിരുന്നു, സ്റ്റേജിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത്രയ്ക്കും വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്, ഗുഡ് ലക്ക്.